ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇത് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും നല്ലൊരു മുട്ട പണിയിട്ടിരിക്കുകയാണ്. പുറത്ത് എങ്ങും ഇറങ്ങാനോ അതേപോലെ തന്നെ കറങ്ങി നടക്കാനൊന്നും പറ്റാത്ത വിധം നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എവിടെയും പോകണ്ട, കുറച്ച് നേരം അധികം തന്നെ കിടന്ന് ഉറങ്ങാം. ഈ ഒരാഴ്ച ഫുൾ ഓട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞായറാഴ്ച വിശ്രമ ദിവസമായിട്ട് നമുക്ക് കണക്കാക്കാം. എവിടെയൊന്നും നമുക്ക് കറങ്ങാനൊന്നും പോകണ്ടെന്നൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മഴയൊന്നും കുഴപ്പമില്ല കേട്ടോ. മഴയാകുമ്പോൾ ഉറങ്ങാൻ നല്ല സുഖമാണല്ലോ. അതൊക്കെ പോട്ടെ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് അല്ല, ഒരു 2-3 പ്രൊഡക്ട്സ് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും ഓർഡർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കാനുള്ള കാരണം എന്താണ്? അത് നല്ല പ്രൊഡക്ട്സ് ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും ഓർഡർ ചെയ്തത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഇന്ന് രാവിലെയാണ് ആ ചേച്ചി ഡെലിവറി ചെയ്തത്. ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അൺബോക്സിങ് എന്നാൽ നിങ്ങളുടെ മുന്നിൽ കൂടെ തന്നെ ചെയ്യാമെന്ന്. ഇത് ഞാൻ ആദ്യമായിട്ടല്ല ഓർഡർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പ്രൊഡക്ട്സുകൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ എന്നിട്ടാണ് പെട്ടികൾ പൊട്ടിക്കാം. അങ്ങനത്തെ 2 പെട്ടികളാണ് വന്നിട്ടുള്ളത്. ആമസോണിൽ നിന്നാണ്. ആമസോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ വരും കേട്ടോ. ഞാൻ ഇന്നലെ രാവിലെ ഓർഡർ ചെയ്തുള്ളൂ. പിന്നെ രാവിലെ വന്നു. സൺഡേ ആയതുകൊണ്ട് വരുമോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. സൺഡേ ആകുമ്പോൾ നമുക്ക് ഈ അൺബോക്സിങ് ചെയ്യാനൊക്കെ നേരെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെറിയ പെട്ടി പൊട്ടിക്കാം. ഇതിലേക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഓരോ പെട്ടിയിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിലും എക്സൈറ്റ്മെൻ്റ് ആണല്ലേ നമ്മൾ ഓൺലൈനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചാൽ. അത് നമുക്ക് സുപരിചിതമായിട്ടുള്ള പ്രൊഡക്ട്സ് ആയാലും നമുക്ക് ഈ പെട്ടി പൊട്ടിക്കുന്നത് അതോ ആദ്യമായിട്ട് പൊട്ടിക്കുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ 10 രൂപയുടെ കമ്മലാണെങ്കിലും അത് ഓൺലൈനിൽ നിന്ന് എത്തിക്കുമ്പോൾ ഒരു പെട്ടി പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നല്ലതാണ്. എനിക്ക് ഇഷ്ടമാണ് ഓൺലൈനിൽ നിന്ന് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫേസ് വാഷാണ് കേട്ടോ. ഫേസ് വാഷാണിത്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റത്തെ ഷോർട്സിലൊക്കെ ഉണ്ട് ജോവീസിൻ്റെ ഫേസ് വാഷ്, പപ്പായ ഫേസ് വാഷ്. ഇതൊരു കിടിലൻ പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്ട്സാണ് ഇത്. നമ്മൾ ഉറങ്ങി എണീറ്റ് ഈ ഒരു സംഭവം കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫേസൊക്കെ ഒന്ന് കഴുകുവാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഇതിൽ മറ്റേ സ്ക്രബിൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ജോവീസ് ഹെർബൽ ഫേസ് വാഷാണ്. യങ് ഗ്ലോവിങ് ഈവൻ ടോൺഡ് സ്കിന്നിന് എഴുതിയിട്ടുണ്ട്. ഇത് പപ്പായയുടെ ആണ്. പാരബൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വോളിയം വന്നിട്ട് 120 ml ആണ്. അപ്പോൾ ഇതിന് 215 രൂപയാണ് കേട്ടോ. പക്ഷെ ഇത് കുറേ നാൾ നിൽക്കും. കുറച്ചെടുത്താൽ മതി, കുറച്ചൊരു തുള്ളി ക്വാണ്ടിറ്റി എടുത്താൽ മതി. നമുക്ക് കഴുത്തിലും ഫേസിലും നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ജോവീസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും അടിപൊളിയാണ് കേട്ടോ. പിന്നെ എന്തുട്ടാ, ഇതിൻ്റെ ഡേറ്റ് എവിടെ വരെ ഉണ്ടെന്നറിയോ? മാർച്ച് 2028 വരെ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പിന്നെ എന്തുട്ടാ, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഒരു ഇതാണ്. ഇത് പൊട്ടിക്കട്ടെ കേട്ടോ. ഞാൻ ഇത് പൊട്ടിക്കുന്നതിന് പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ട്. ഇത് പൊട്ടിച്ചിട്ട് ചെയ്യുന്നത് ഞാനൊരു വീഡിയോ എക്സ്ട്രാ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല, പൊട്ടിച്ച് നമുക്ക് നോക്കട്ടെ. ഇതിപ്പോൾ പൊട്ടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഫസ്റ്റത്തെ സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പക്കയായിട്ട് ഞാൻ പറയുകയാണ്, ഇതെന്തായാലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം. അടിപൊളിയാണ് കേട്ടോ ഫേസ് വാഷ്. ഫേസ് വാഷ് നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ട് മുഖമൊന്നും കഴുകരുത് കേട്ടോ. മുഖം കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എന്തോരം സോപ്പ് ഉപയോഗിച്ചാൽ നമുക്കിതൊന്നും പണ്ടൊന്നും അറിയില്ലല്ലോ. പണ്ട് ഇത് മേടിക്കാനുള്ളൊരു സാമ്പത്തികവും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഫേസ് വാഷ്, ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് അന്ന് ഹിമാലയയുടെ ഒരു തരംഗമാണ്, ഹിമാലയ ഫേസ് വാഷില്ലേ, അതിൻ്റെ ഒരു തരംഗമാണ്. മറ്റു പ്രൊഡക്ട്സുകൾ ആരും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഹിമാലയയുടെ ഉപയോഗിക്കുമ്പോൾ നല്ലതാണ്. പക്ഷേ എനിക്ക് കുറച്ച് ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോന്ന് അത് അറിയില്ല, ഭയങ്കര ഡ്രൈ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ വേറെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിരുന്നല്ലോ, ഡോവിൻ്റെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പക്ഷേ എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ഈ ജോവീസിൻ്റെ അടിപൊളിയാണ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല അടിപൊളി ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടാം. ഇതിൽ പപ്പായ ഫ്രൂട്ട് എൻസൈം, ബിൽബെറി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, ഗ്രേപ്പ് ലീഫ് എക്സ്ട്രാക്റ്റ്, ക്രാൻബെറി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്. ഈ ബെറി ഐറ്റംസ് ഒക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണെന്ന് കേട്ടില്ലേ. വാട്ടർമെലൺ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, വൈറ്റ് മൾബെറി ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ്, സോറിയം ലോറിൽ സൾഫേറ്റ്, കൊക്കോ അമിഡോപ്രോപ്പൈൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തൊക്കെയൊക്കെയോ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ,
പിന്നെ സോഡിയം ബെൻസോയിറ്റ്, പിന്നെ പ്യൂരിഫൈഡ് വാട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ എവിടെയാണ് നോട്ടേട്ടാ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണോ, അത് കാണുന്നില്ല ഗൈസ്. മാനുഫാക്ചർഡ് ബൈ ജോവിസ് ഹെർബൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ്, നോയിഡയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പ ടവർ നോയിഡ, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. നോയിഡ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ സംഭവം. അത് വെണ്ടക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, വയസ്സാവും തോറും കണ്ടുപിടിക്കുന്നില്ല ഗൈസ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്ട്സ് ആണ് ഗൈസ്, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഞാനില്ലേ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പം എല്ലാവരും എല്ലാം തികഞ്ഞവരല്ലല്ലോ. അപ്പം എൻ്റെ ഒരു ഇതനുസരിച്ചിട്ടായിരിക്കും ഞാൻ പറയാം. അപ്പോൾ കുറച്ച് മണ്ടത്തരങ്ങൾ ഉണ്ടാകും. അപ്പോൾ പലരും പറയുന്നു, ഇപ്പോൾ ഇത് കേൾക്കുന്നവർ അല്ലെങ്കിൽ എല്ലാതും തികഞ്ഞവരായിരിക്കില്ല. പക്ഷെ വിമർശിക്കാൻ ആർക്കും പറ്റും. പക്ഷെ അവനോ പെർഫെക്റ്റ് ആണോ എന്ന് അറിയാണ്ടാണ് പലരും മറ്റുള്ളവരെ വിമർശിക്കുന്നത്, അല്ലേ? അത് ശരിയല്ലേ? അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഓരോ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവളെന്താ പൊട്ടത്തരമാണ് ഈ വിളിച്ച് പറയണമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ ചിലപ്പോൾ ഇനി മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാനിനി വേറെ പറയുന്നില്ല. കുറേ ലാഗ് ചെയ്യിപ്പിക്കുന്ന ചില കമൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കാം. ഒരിത്തിരി കട്ടിയുള്ള പെട്ടിയാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സംഭവം എന്താണെന്ന്. എനിക്കറിയാം, എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ നോക്കാം. ഞാൻ വിചാരിച്ചേ ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. പ്രായം കൂടി വരല്ലേ, നമ്മളെ നോക്കിയില്ലെങ്കിൽ പിന്നെ ആര് നോക്കും? ആര് നോക്കാനില്ല, പിള്ളേരെ നോക്കാൻ നമ്മളുണ്ട്. ഇത് ബോഡി ലോഷനുള്ള ദൈവം തപ്പലാണ്. ഇത് നമ്മുടെ എന്തിട്ടാണ്, നിവ്യയുടെ ബോഡി ലോഷനാണ് കേട്ടോ. നിവ്യയുടെ ബോഡി ലോഷനാണ് സംഭവം. പെട്ടെന്ന് എൻ്റെ മൈൻഡ് പോയി എന്താണെന്നറിയോ, ഞാൻ എൻചാൻഡറിൻ്റെ എന്തിട്ടാണ് ഇതാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബോഡി വാഷാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് വന്നത് ബോഡി ലോഷനാണ്. അപ്പോൾ ഇതും ബോഡി ലോഷൻ, ഇതും ബോഡി ലോഷൻ. അപ്പോൾ പണിപാളിയില്ലേ, ഞാൻ ബോഡി വാഷാണ് ഓർഡർ ചെയ്തത്, സാധനം ബോഡി ലോഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിട്ടേൺ അടിക്കാം. ഇത് ബോഡി ലോഷൻ എനിക്കിപ്പോൾ 2 ആവശ്യമില്ലല്ലോ. എനിക്ക് നിവ്യയുടെ ബോഡി ലോഷനായിരുന്നു വേണ്ടിയിരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നല്ല, ഞാൻ ഇതിനു മുന്നേ ചെറിയ പാക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ആ ഒരു സംഭവം മാറിയത് മൈൻഡ് പോയി ഗൈസ്. നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പർ മണമാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനായിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല സ്മെല്ലുണ്ട്. ഇത് നമുക്ക് പൊട്ടിക്കണ്ട, നിവ്യയുടെ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് പറയാം. എനിക്ക് പെട്ടെന്ന് സാധനം മാറിയതോടുകൂടി മൈൻഡ് പോയി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് റിലേ കിട്ടാഞ്ഞത്. ഇത് കൊക്കോ നറീഷിൻ്റെ ഡീപ്പ് മോയ്സ്ചറൈസർ കെയർ ആണ്. 5 in 1 കംപ്ലീറ്റ് കെയർ വിത്ത് ഡീപ്പ് മോയ്സ്ചർ സെറം, കൊക്കോ ബട്ടർ ആൻഡ് വൈറ്റമിൻ ഇ. വെരി ഡ്രൈ സ്കിന്നിനാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 48 hour മോയ്സ്ചറൈസേഷൻ, ഡീപ്പ് നറീഷ്മെൻറ്റ്, ഡ്രൈനെസ് പ്രൊട്ടക്ഷൻ, സ്മൂത്ത് സ്കിൻ ഫീൽ, ഹെൽത്തി ലുക്കിംഗ് സ്കിൻ. ഇതൊക്കെയാണ് 100 years ഓഫ് സ്കിൻ കെയർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ അടിക്കാം ഗൈസ്. എന്നാലും എനിക്കൊരു പറ്റിയല്ലോ. 2027 വരെ ഉണ്ട് ഇതിൻ്റെ ഒരു എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ റിട്ടേൺ അടിക്കും, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഇത് സംഭവം പോരെ. റിട്ടേൺ അടിച്ചിട്ട് നമുക്ക് ബോഡി വാഷ് യൂസ് ചെയ്യാം. ഞാൻ സോപ്പ് പരമാവധി ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. കാരണം എൻ്റെ സ്കിന്നിൽ
ഈ ഒരു മഴക്കാലത്ത് നന്നായിട്ട് ചൊറിഞ്ഞു പൊട്ടും. അങ്ങനത്തെ ഒരു സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാന്തണ്ടാന്ന് വിചാരിച്ചാലും മാന്തി പോവും. അപ്പോൾ ഇങ്ങനെ പൊട്ടിയിട്ട് അവിടെ ഇങ്ങനെ ബ്ലാക്ക് കളർ പാട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോപ്പ് പരമാവധി ഉപയോഗിക്കേണ്ടെന്ന് വെച്ചു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ബോഡി വാഷ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ എനിക്കിങ്ങനെ ഒരു മണ്ടത്തരം പറ്റി. എൻ്റെ ആ ഒരു തുടക്കത്തിലാവുള്ളൊരു സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ അത്രേ ഉള്ളൂ. ഈ ഒരു 3 പ്രൊഡക്ട്സാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഈ ഒരു ജോബീസിൻ്റെ ഇതും എനിക്ക് വക്ക ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇറ്റ്സ് വെരി കരിഞ്ഞു മരിക്കും ഞാൻ. എന്നാലും എനിക്ക് റിട്ടേൺ അടിച്ചിട്ട് രണ്ടാമത് കിട്ടുമ്പോൾ ഒരു സുഖം പോയി. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. എന്താണ്, നല്ല പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. ലിങ്ക് ഒന്നും കൊടുക്കണ്ട, ആമസോണിൽ നിന്ന് അടിച്ചാൽ പോരെ. പിന്നെ ലിങ്ക് കൊടുക്കേണ്ട കാര്യമില്ല. ലിങ്ക് വേണമെങ്കിൽ ലിങ്കിൽ നിന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ എന്താണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. അത് വിഷമമാണോ സങ്കടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. അതിന് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. കുറച്ച് 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. അത് സർപ്രൈസ് ഒന്നല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം. അത് പോസിറ്റീവായാൽ മാത്രമാണ് ഞാൻ പറയുക, നെഗറ്റീവാണെങ്കിൽ ഞാൻ പറയില്ല. എനിക്കങ്ങനെ സിമ്പതി ആവശ്യമില്ല. അങ്ങനെ എനിക്കത് സന്തോഷകരമായിട്ടുള്ളൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഭയങ്കര വലിയ കാര്യം ചിന്തിക്കല്ലേ കേട്ടോ. പോസിറ്റീവ് എന്നാണ്, ഗർഭിണിയാണോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഞാൻ നിർത്തി. 2 കുട്ടികളോടുകൂടി ഞാൻ ഡെലിവറി നിർത്തി. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാവില്ല. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ വേഗം പോയി റിട്ടേൺ അടിക്കട്ടെ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു, ബൈ.